ഈ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ തന്നെ മിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്നിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ പോകുന്നത് കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. പക്ഷേ അങ്ങനെ പറയുന്നതിനേക്കാളും കൂടുതൽ അറിയപ്പെടുന്നത് മണികെട്ട് അമ്പലം എന്നൊക്കെയാണ്. കാരണം ഇവിടെ ഒരു പേരാലുണ്ട്, അതിന് ചുറ്റും 7 വലം വെച്ച് മണി കെട്ടിയാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നാണ്. ഇപ്പോൾ ഇവിടെ വൃശ്ചികോത്സവം കൂടി നടക്കുന്നതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 4:30 ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു. വഴിയോര കച്ചവടമൊക്കെ ഇഷ്ടം പോലുണ്ട്. ഇത് തോറ്റമ്പാട്ടിന് മുന്നേ ഉള്ളൊരു ചടങ്ങാണ്. ഇതിന് ശേഷമാണ് തോറ്റമ്പാട്ട് തുടങ്ങുന്നത്. ദേ അവിടെ തോറ്റമ്പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനെങ്കിൽ പിന്നെ അമ്പലത്തിനകത്തേക്ക് കയറി തൊഴുതിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ദേ തൊഴുതിറങ്ങി. എൻ്റെ കെട്ടിയോൻ ദോ അവിടെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉത്സവം നടക്കുകയാണ്. ദേ കൊടി കയറി കിടക്കുന്നത് കാണിച്ചു തരാം. ദേ കൊടി കയറി കിടക്കുന്നത് എല്ലാവരും കണ്ടല്ലോ അല്ലേ. അങ്ങനെ എൻ്റെ കെട്ടിയോൻ ദേ ചന്ദനമൊക്കെ പിള്ളേരെക്കാളും കഷ്ടമായിട്ട് കയ്യിൽ മൊത്തം ചന്ദനവും സിന്ദൂരവും ഒക്കെ ആക്കിയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആളെനിക്ക് ചന്ദനമൊക്കെ ഇട്ട് തന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ദേ അവിടെ എല്ലാവരും പറയിടുന്നുണ്ട്. നെൽപ്പറയുണ്ട്, മഞ്ഞൾപ്പറയുണ്ട്. ഞാനും അങ്ങനെ പറയിടാൻ ദേ ഒരു രസീതൊക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെ ഞാനൊരു മഞ്ഞൾ പറയാണ് ഇട്ടത്. അങ്ങനെ ഞാൻ പറയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ പൊങ്കാലയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാ ദിവസവും പൊങ്കാലയുണ്ട്. ഉത്സവത്തിന് മാത്രമല്ല, അല്ലാതെ എല്ലാപ്പോഴും പൊങ്കാലയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ദേ പറയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ തിരുമേനി അതിൻ്റെ പ്രസാദമൊക്കെ തന്നു കണ്ടോ. മഞ്ഞൾപ്പറ ഇടുന്നതിന് അതിൽ നിന്നൊരു മഞ്ഞളാണ് നമുക്ക് തരുന്നത്. ഇത് നാഗരാജാവിൻ്റെ അവിടെ കളവെഴുത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കളവെഴുത്ത് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് മഞ്ഞളൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ പറഞ്ഞ നീലത്താമര ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് നീലത്താമര കാണുന്നത്. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നതും ഈ മണി കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലുള്ള കുഞ്ഞു വിശേഷമായിട്ട് വീണ്ടും കാണാം.